പലപ്പോഴും കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു നരേറ്റീവ് ഉണ്ട്. എന്ന് വെച്ചാൽ ബുദ്ധിസത്തെ തകർത്തത് ഹിന്ദുയിസമാണ് എന്ന തരത്തിൽ. വളരെ അടിസ്ഥാനരഹിതവും പച്ചക്കള്ളവുമാണിത് എന്നത് എല്ലാവർക്കും അറിയാമെങ്കിലും പക്ഷേ ഇങ്ങനെ ഒരു പ്രചാരണം പലപ്പോഴും നടത്തുന്നത് ഒരു പതിവ് കാഴ്ചയാണ്. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ ചർച്ചയിലും ഇങ്ങനെ ഒന്ന് കണ്ടിരുന്നു. എന്നാൽ ചരിത്രപരമായ വസ്തുതകളെ മുൻനിർത്തി തന്നെ നമുക്കിതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് വളരെ പെട്ടെന്ന് നോക്കാം. BCE 5-ാം നൂറ്റാണ്ടിനും 6-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് നമ്മുടെ ശ്രീ ബുദ്ധൻ, ഗൗതമ ബുദ്ധൻ ജീവിച്ചിരുന്നത്. അതായത് ക്രിസ്തുവിനും ഏതാണ്ട് 500-600 വർഷത്തിന് മുമ്പ്. അപ്പോൾ അദ്ദേഹം ജനിച്ച് ജീവിച്ച കാലഘട്ടത്തിൽ ബുദ്ധിസം ഒന്നും വല്ലാണ്ട് ലോകത്ത് പ്രചരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ബുദ്ധിസം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാലാണ് പ്രചരിക്കാൻ തുടങ്ങിയത്. പക്ഷെ അത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ വളരെ മൈനോറിറ്റി ആയിരുന്നു. എന്ന് വെച്ചാൽ വേദിക് കാലഘട്ടം എന്ന് പറയുന്നത് ഏതാണ്ട് BCE 1500-ന് മുമ്പാണ്. ഇത് ഇംഗ്ലീഷുകാരായിട്ടുള്ള ചരിത്രകാരന്മാർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. ഈ വേദിക് കാലഘട്ടത്തിന്റെ തുടർച്ചയാണ് സത്യത്തിൽ ബുദ്ധിസവും ജൈനിസവും ഒക്കെ. അതായത് ശ്രീ ബുദ്ധനാണെങ്കിലും മഹാവീരനാണെങ്കിലും അവര് അടിസ്ഥാനപരമായി ഫോളോ ചെയ്തിരുന്നത് വേദിക് ടീച്ചിങ്സ് തന്നെയാണ്. വേദങ്ങൾ സ്വായത്തമാക്കിയ ഒരാളായിരുന്നു ശ്രീ ബുദ്ധൻ. അതിൽ അദ്ദേഹം ചിലതൊക്കെ തിരസ്കരിക്കുകയും അതിൽ അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്നതിനെ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അദ്ദേഹം കൊണ്ടുവരികയാണ് ചെയ്തത്. അത് മറ്റൊരു വിഷയം. എന്തായാലും നമ്മുടെ ബുദ്ധനും മഹാവീരനും ഒക്കെ ജനിക്കുന്നതിന് മുമ്പ് വേദങ്ങളും അല്ലെങ്കിൽ ആ കാലഘട്ടവും ഇവിടെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ സനാതന ധർമ്മമെന്നും ഹിന്ദു മതവും എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു റിലീജിയൻ അല്ലെങ്കിൽ ആ ഒരു സംസ്കാരം ഏതാണ്ട് 1500 BC എന്ന് പറയുമ്പോൾ ഇന്നേക്കും ഒരു 3500-4000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിലനിന്നിരുന്നു എന്നതിന് ആർക്കിയോളജിക്കൽ എവിഡൻസുകളുണ്ട്. ലോകത്തെ എല്ലാ ഏതാണ്ട് ഗവേഷകരും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ആർക്കും ഇത് പരിശോധിക്കാം. ഇത് ഹിസ്റ്റോറിക്കൽ ഫാക്റ്റ് ആണ്. അപ്പോൾ ശ്രീ ബുദ്ധൻ ജനിക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് വേദങ്ങളും അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസങ്ങളും ഒക്കെയാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അപ്പോൾ ബുദ്ധിസം ഹൈന്ദവ മതം അല്ലെങ്കിൽ വിശ്വാസങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് രൂപപ്പെടുന്നത്. എന്നിട്ടും അത് പടർന്ന് പന്തലിക്കുന്നത് അശോകന്റെ കാലത്താണ്. അശോകൻ ഈ ഒരു അഹിംസാ മാർഗം സ്വീകരിക്കുകയും ബുദ്ധിസത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പോഴും അശോകൻ ഇന്ത്യയിൽ ഭരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് അദ്ദേഹം ഭരിക്കുമ്പോഴും ബഹുഭൂരിപക്ഷവും ഉണ്ടായിരുന്നത് ഹൈന്ദവ വിശ്വാസികൾ തന്നെയായിരുന്നു, വേദങ്ങൾ പിന്തുടർന്നവർ തന്നെയായിരുന്നു. എന്നാൽ ബുദ്ധിസത്തിന് ഒരു നല്ല രീതിയിലുള്ള ഉയർച്ച അശോകന്റെ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നു. അശോകൻ ലങ്കയിലേക്കും നോർത്ത് ഈസ്റ്റിലേക്കും അതുപോലെ വടക്കിഴക്കൻ ഭാഗങ്ങളിലേക്കും സൗത്ത് ഈസ്റ്റിലേക്കും ഒക്കെ തന്നെ അദ്ദേഹം ധാരാളം പുരോഹിതന്മാരെ പറഞ്ഞു വിടുന്നു. അവർ ഈ മതം പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ അന്ന് ഏഷ്യയിലെ പല ഭാഗങ്ങളിലും വിയറ്റ്നാം ഉൾപ്പെടുന്ന അതുപോലെയുള്ള പ്രദേശങ്ങളിൽ കംബോഡിയയിൽ ഒക്കെ ഉണ്ടായിരുന്നത് ഹൈന്ദവ വിശ്വാസങ്ങളും ഹൈന്ദവ ആചാരങ്ങളുമാണ്. പിന്നെ പ്രാദേശികമായ മതങ്ങളും ധാരാളം ഉണ്ടായിരുന്നു. അവിടേക്കൊക്കെ ബുദ്ധിസത്തെ പ്രചരിപ്പിക്കുന്നത് ഇദ്ദേഹമാണ്. അശോകന് ശേഷം പല ഭരണാധികാരികളും വരും. അവർ ഓരോരുത്തരും അവരവരുടെ വിശ്വാസങ്ങൾ പിന്തുടരും. ചിലര് ശിവ വിശ്വാസികളാണ്, ശിവനെ ആരാധിക്കുന്നവരാണ്. ചിലര് വൈഷ്ണവ ഭക്തരാണ്. അങ്ങനെ ഓരോ രാജാവിനനുസരിച്ചും ഇതിൽ മാറ്റം ഉണ്ടായെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഒരു കാലത്തും ബുദ്ധിസം ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് മുകളിൽ പോയിട്ടില്ല. ബുദ്ധിസം ഹൈന്ദവ വിശ്വാസത്തിന്റെ ഒരു ബ്രാഞ്ചായിട്ട് തന്നെയാണ് നിലനിന്നിട്ടുള്ളത്, കോ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ധാർമ്മിക റിലീജിയൻസ് ആയിട്ട് ഇതിനെ കണക്കാക്കുന്നതും. ഈ 4-ാം നൂറ്റാണ്ട് 6-ാം നൂറ്റാണ്ടൊക്കെ ആവുന്ന സമയത്ത് ഗുപ്ത പീരീഡ് ആണ്. ഈ കാലഘട്ടമൊക്കെ ആയപ്പോൾ തന്നെ അശോകന്റെ കാലത്ത് പടർന്ന് പന്തലിക്കാനായിട്ട് ശ്രമം നടന്ന ആ ഒരു ബുദ്ധിസത്തിന് ചെറിയ തോതിലുള്ള, അത് വളരെ സ്ലോയിലാണ്, ചെറിയ തോതിലുള്ള ഒരു താഴ്ച വന്നു തുടങ്ങിയിരുന്നു. ഈ ബുദ്ധിസ്റ്റുകൾ അല്ലെങ്കിൽ ബുദ്ധമത വിശ്വാസികൾ എന്ന് പറയുന്നത് വേദം പഠിച്ചിരുന്ന ഹൈന്ദവ വിശ്വാസികൾ തന്നെ കൺവേർട്ട് ആയവരാണ്. അല്ലാതെ പെട്ടെന്ന് വേറെ ഒരിടത്തുനിന്ന് വന്ന് വീണ് ആൾക്കാരല്ലല്ലോ. അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ തന്നെ അശോകനെ പോലെ ഉള്ളവരും ബുദ്ധിസ്റ്റ് സന്യാസിമാരും ഒക്കെ പറഞ്ഞതനുസരിച്ച് അവരുടെ വിശ്വാസങ്ങൾ ബുദ്ധന്റെ കാഴ്ചപ്പാടുകൾക്ക് ഒന്ന് മാറ്റിയെന്നേ ഉള്ളൂ. കാരണം ഒരു ഹൈന്ദവ വിശ്വാസിക്ക് ബുദ്ധമതം സ്വീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാത്തിന്റെ അടിസ്ഥാന തത്വം ഒന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് കുറെ പേരൊക്കെ ബുദ്ധമതം ഫോളോ ചെയ്തെങ്കിൽ വീണ്ടും പലരും തിരിച്ചു വരാൻ തുടങ്ങി. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഭക്തി മൂവ്മെന്റ് ആണ്, ഭക്തി പ്രസ്ഥാനങ്ങളുടെ മൂവ്മെന്റ് ആയിരുന്നു. അഹിംസാവാദികളായിട്ടുള്ള ബുദ്ധന്മാരെ ഈ ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ആക്രമിച്ച് കീഴ്പ്പെടുത്തി മതം മാറ്റേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ നമ്മൾ റീസെന്റ് ഹിസ്റ്ററി എടുത്ത് നോക്കിയാലും അത്തരത്തിൽ ആക്രമിച്ച് മതം മാറ്റുന്ന ഒരു ചരിത്രം ഇന്ത്യക്കില്ല. അതാണ് ഇന്ത്യയുടെ ഒരു പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പഴയ ബുദ്ധമത വിശ്വാസികളായിരുന്ന അവരുടെ തലമുറയിൽപ്പെട്ട ഒരു പിൽക്കാലത്ത് വീണ്ടും ഈ ഭക്തി മൂവ്മെന്റ്സിന്റെ ഭാഗമായിട്ട് ഹൈന്ദവ വിശ്വാസങ്ങളിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഇപ്പൊ 12-ാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോൾ ഇന്ത്യയിലെ ടോട്ടൽ പോപ്പുലേഷന്റെ ഒരു 99% ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഹൈന്ദവ വിശ്വാസികളാണ്. ഏതാണ്ട് 1%-2% താഴെ ബുദ്ധിസ്റ്റുകളും അതുപോലെ ജൈന മതക്കാരുമൊക്കെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഉണ്ടായിരുന്നു.
പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ബുദ്ധിസ്റ്റുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അവരുടെ അസ്തിത്വത്തിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അവിടെയാണ് തുർക്കി മുസ്ലിം അധിനിവേശങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. 10-ാം നൂറ്റാണ്ടിനും 13-ാം നൂറ്റാണ്ടിനും ഇടയിലായിട്ട് തുർക്കിയിൽ നിന്നും സെൻട്രൽ ഏഷ്യയിൽ നിന്നും വന്നിട്ടുള്ള ഭരണാധികാരികൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അവർ കൊള്ളയടിക്കുകയും ഇവിടെ നശിപ്പിക്കുകയും ചെയ്തു. ഇപ്പൊ നളന്തയ്ക്ക് എന്താണ് സംഭവിച്ചത്, തക്ഷശിലയ്ക്ക് എന്താണ് സംഭവിച്ചത്, ഇതെല്ലാം തന്നെ ബുദ്ധിസ്റ്റ് ടീച്ചിങ്സും ഹൈന്ദവ ടീച്ചിങ്സും ഒക്കെ നിലനിന്നിരുന്ന യൂണിവേഴ്സിറ്റികളായിരുന്നു അക്കാലത്തെ. അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിസ്റ്റ് ടീച്ചിങ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഗ്രന്ഥങ്ങളടക്കം സകലതും തീയിട്ട് നശിപ്പിച്ചത് ഇങ്ങനെയുള്ള തുർക്കി ഇസ്ലാമിക് റൂളേഴ്സ് ആയിട്ട് വന്ന അധിനിവേശക്കാരായിട്ടുള്ള ആൾക്കാരായിരുന്നു. അവരാരും തന്നെ ഇന്ത്യയിൽ സ്ഥിരമായിട്ട് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യാനോ ഇന്ത്യയിൽ നിൽക്കാനോ ശ്രമിച്ചിട്ടില്ല. കൊള്ളയടിക്കുക, തിരിച്ചു പോവുക, അങ്ങനെയുള്ള രീതിയിൽ വന്നുപോയവരാണ്. പിന്നീട് ഈ മുഗളന്മാരുടെ കാലഘട്ടത്തോടെയാണ് സത്യത്തിൽ ഒരു ശക്തമായ ഒരു ഇന്ത്യൻ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇസ്ലാമിക ഭരണം ഉണ്ടാവുന്നത്. ബാക്കിയുള്ള പലരും എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇന്ത്യയിൽ വരുന്നു, അഫ്ഗാനിൽ നിന്ന് വരും, അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വരും, ഇവർ ഇന്ത്യയിലേക്ക് വരുന്നു, ഇവിടെ കൊള്ളയടിക്കുന്നു, നശിപ്പിക്കുന്നു, സ്വത്തുക്കൾ കൊണ്ടുപോകുന്നു. ഇങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. അപ്പൊ ഈ ബുദ്ധ ആശയങ്ങൾ കൂടുതലായിട്ട് പ്രചരിച്ചിരുന്ന സ്ഥലങ്ങളിൽ അവർ അഹിംസാവാദികളാണല്ലോ, അത്തരം രാജാക്കന്മാരെയും അത്തരം സ്ഥലങ്ങളും കീഴ്പ്പെടുത്താൻ എളുപ്പമായിരുന്നു. അതുകൊണ്ട് ഏറ്റവും ആക്രമണങ്ങൾ ആദ്യം അധിനിവേശ ശക്തികളിൽ നിന്ന് നേരിട്ടത് ബുദ്ധിസ്റ്റ് രാജാക്കന്മാരും ബുദ്ധമതം പ്രചാരത്തിലുണ്ടായിരുന്ന മേഖലകളുമാണ്. കാരണം അവരെപ്പോഴും അഹിംസാ മാർഗമാണ്. അശോകൻ വളരെയധികം പ്രചരിപ്പിച്ച അഹിംസാ മാർഗം തന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ വലിയ തിരിച്ചടികൾക്കും കാരണമായിട്ടുണ്ട്. എന്നാൽ ഈ ഹൈന്ദവ രാജാക്കന്മാരുടെ കാലത്താണ് ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായത്. പക്ഷെ അപ്പോഴും അവരും ഫോളോ ചെയ്തിരുന്ന കുറേ തത്വങ്ങളും അല്ലെങ്കിൽ കുറേ മറ്റേ നിയമങ്ങളും ഒക്കെ ഉണ്ട്, യുദ്ധ നിയമങ്ങളൊക്കെ ഉണ്ട്. ഈ സെൻട്രൽ ഏഷ്യയിൽ നിന്നും അല്ലെങ്കിൽ തുർക്കിയിൽ നിന്നുമൊക്കെ വരുന്ന ഭരണാധികാരികൾക്ക് അതൊന്നും ബാധകമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊന്നും വിലപ്പോയില്ല. നമ്മൾ 6 മണിക്ക് ശേഷം യുദ്ധം ചെയ്യില്ല എന്ന് പറയുന്ന പോലത്തെ കോമഡി പരിപാടികളായിരുന്നു അത്. അവർ കിടന്നുറങ്ങിയ സമയത്ത് വരെ വന്ന് പണിതിട്ട് പോയി. അത് അവരുടെ രീതിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ രാജാക്കന്മാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. ഇവർ പലരും പരാജയപ്പെട്ടത് അതുകൊണ്ടൊക്കെയാണ്. ഇവർ ഫോളോ ചെയ്തിരുന്ന കുറെ ധർമ്മങ്ങളും തത്വങ്ങളും ഒന്നും ഈ 12-ാം 13-ാം നൂറ്റാണ്ട് 14-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിലൊന്നും വിലപ്പോയില്ല. ആ ധർമ്മങ്ങൾ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ രാജാക്കന്മാർക്ക് മാത്രം ബാധകമായിരുന്നു. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്നവർക്ക് അതൊന്നും ബാധകമായിരുന്നില്ല, അവർക്ക് അറിയുകയുമില്ല. അതാണ് അതിനകത്തുള്ള കാര്യം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ അഫ്ഗാനിസ്ഥാൻ ഒരു കാലത്ത് ബുദ്ധ രാജ്യമായിരുന്നു. അഫ്ഗാനിസ്ഥാനിന് എന്താണ് സംഭവിച്ചത്? അത് സെൻട്രൽ ഏഷ്യയിൽ നിന്നും മറ്റും വന്ന ഭരണാധികാരികൾ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുക്കുന്നു. ഇന്ന് അതൊരു ഇസ്ലാമിക രാജ്യമാണ്. ബ്രൂണൈ എന്ന് പറയുന്നത് ബുദ്ധ രാജ്യമായിരുന്നു, അതൊരു ഇസ്ലാമിക രാജ്യമാണ്. മാലിദ്വീപ് ബുദ്ധിസ്റ്റ് രാജ്യമായിരുന്നു, രാജാവടക്കം സകലരും ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിക രാജ്യമായി. അതുപോലെ തന്നെ ഇപ്പൊ ഇന്തോനേഷ്യ ഒരു ബുദ്ധിസ്റ്റ് രാജ്യമായിരുന്നു, ഹൈന്ദവ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്ന പ്രദേശങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നതൊരു ഇസ്ലാമിക രാജ്യമാണ്. എന്ന് വെച്ചാൽ ഒരു കാലത്ത് ബുദ്ധിസ്റ്റ് രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്ലാമിക രാജ്യങ്ങളായിട്ടാണ് മാറിയത്. അപ്പൊ ഇന്ത്യയിൽ ബുദ്ധിസം ഇല്ലാതായോ എന്ന് ചോദിച്ചാൽ ഇല്ലാതായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ബുദ്ധിസ്റ്റ് ആശയങ്ങളൊന്നും ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ടാവില്ല. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ബുദ്ധിസ്റ്റുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അഹിംസാ മാർഗം കുറെ പേര് ഉപേക്ഷിച്ച് അതിൽ നിന്ന് മാറിയിട്ട് ഹൈന്ദവ വിശ്വാസം തന്നെ തിരികെ സ്വീകരിച്ചു എന്നുള്ളതാണ്. കാരണം അഹിംസാ മാർഗത്തിലൂടെ അവർക്ക് സർവൈവ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതാണ് പരമമായ യാഥാർത്ഥ്യം. അപ്പൊ അങ്ങനെ കുറെ പേരൊക്കെ തിരികെ കൺവേർട്ടായി പോയിട്ടുണ്ട്. പല ക്ഷേത്രങ്ങളും, ഇന്നത്തെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ പണ്ട് ബുദ്ധക്ഷേത്രങ്ങളായിരുന്നു, ബുദ്ധക്ഷേത്രങ്ങൾ തകർത്താണ് ഹൈന്ദവ ക്ഷേത്രങ്ങൾ പണിതത് എന്നൊക്കെയുള്ള പല തരത്തിലുള്ള ആക്ഷേപങ്ങളുണ്ട്. അതിപ്പോ വൈഷ്ണവ ക്ഷേത്രങ്ങൾ പലതും ശിവക്ഷേത്രങ്ങളായിട്ടുണ്ട്, ശിവക്ഷേത്രങ്ങൾ വൈഷ്ണവ ക്ഷേത്രങ്ങളായിട്ടുണ്ട്. അതൊക്കെ ഓരോ കാലത്തും പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ചിലപ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടുകാരും രാജാവും ചേർന്ന് തീരുമാനിച്ചതാവാം ഈ ക്ഷേത്രത്തിനെ വേറൊരു ക്ഷേത്രമാക്കി മാറ്റാമെന്ന്. ചിലപ്പോൾ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ, ഇപ്പോൾ ശിവനെ ആരാധിക്കുന്നവരും വിഷ്ണുവിനെ ആരാധിക്കുന്നവരും തമ്മിൽ ഉണ്ടായ ഒരു ഫൈറ്റിന്റെ ബേസിസിൽ ജയിക്കുന്ന ആൾക്കാർ അവരുടെ ഇഷ്ടമുള്ള മൂർത്തിയെ വെച്ച് ആരാധിച്ചു പോകുന്നതാവാം. അതുമല്ലെന്നുണ്ടെങ്കിൽ ബുദ്ധിസ്റ്റുകളായിരുന്ന ആൾക്കാർ കൂട്ടത്തോടെ മാറി ഹൈന്ദവരായി മാറിയപ്പോൾ ഉണ്ടായ ഒരു മാറ്റമാവാം. അപ്പോൾ ബുദ്ധിസ്റ്റ് വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളൊക്കെ തന്നെ മാറ്റിയിട്ട് ഹൈന്ദവ ക്ഷേത്രങ്ങളായി മാറാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പം ബലപ്രയോഗത്തിലൂടെ നടന്നിട്ടുണ്ടാവും. ചരിത്രത്തിൽ എന്തൊക്കെ നല്ലതും ചീത്തയും നടന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഒരു തരത്തിലൊരു മാസ് പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. അതായത് ഇന്ത്യ ഒട്ടാകെ ഉണ്ടായിരുന്ന ബുദ്ധക്ഷേത്രങ്ങളെല്ലാം എടുത്തു മാറ്റിയിട്ട് തകർത്ത് അവിടെ ഹൈന്ദവ ക്ഷേത്രം പണിതു എന്നൊക്കെ പറയുന്നത് അത് തികച്ചും വ്യാജമായിട്ടുള്ള ഒരു പ്രചാരണം മാത്രമാണ്. കാരണം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പൊ ഉദാഹരണത്തിന് കംബോഡിയ, ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമുള്ളത് കംബോഡിയയിലാണ്. അങ്കോർ വാട്ട് എന്ന് പറയുന്ന ഈ ക്ഷേത്രം ഇന്ന് അറിയപ്പെടുന്നത് ഒരു ബുദ്ധക്ഷേത്രമായിട്ടാണ് പ്രധാനമായിട്ടും. എന്നാൽ ഇത് നിർമ്മിച്ചത് ഒരു ഹൈന്ദവ ക്ഷേത്രമായിട്ടാണ്. ഒരു മഹാവിഷ്ണുവിന്റെ ക്ഷേത്രമായിരുന്നു ഇത്. പക്ഷെ പിന്നീട് ഇതൊരു ബുദ്ധക്ഷേത്രമായിട്ട് മാറിയതാണ്. അപ്പോൾ പുതിയൊരു രാജാവ് വന്നപ്പോൾ, ഒരു ഭരണകൂടം വന്നപ്പോൾ ആ രാജാവിന് ബുദ്ധനെയായിരുന്നു കൂടുതൽ താല്പര്യം. അതുകൊണ്ട് അതൊരു ബുദ്ധക്ഷേത്രം കൂടിയായിട്ട് മാറി. ഇന്നിപ്പോൾ അതൊരു ഹൈന്ദവ ബുദ്ധിസ്റ്റ് ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊരു പ്രതീകമാണ്. എന്ന് വെച്ചാൽ കോ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതിന്റെ സൂചനയാണ്. ഒരേ സമയത്ത് ബുദ്ധന്മാർക്കും ഹൈന്ദവർക്കും ഒരേ ക്ഷേത്രത്തിൽ തന്നെ ആരാധന നടത്താൻ പറ്റും. നമ്മുടെ അജന്ത എല്ലോറ ഗുഹകളിലേക്ക് പോയാൽ
അവിടെയും നമുക്കിത് കാണാൻ പറ്റും. ബുദ്ധവിഹാരങ്ങളുണ്ട്, ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട്, ജൈനമത വിശ്വാസങ്ങൾ പുലർത്തിയിരുന്ന സ്ഥലങ്ങളുണ്ട്, എല്ലാം ഒരേ സ്ഥലത്തുണ്ട്. ഇപ്പൊ കൈലാസനാഥ ക്ഷേത്രം ഇരിക്കുന്നതിന്റെ കുറച്ചപ്പുറത്തായിട്ട് ബുദ്ധവിഹാരങ്ങൾ കാണാം, ബുദ്ധ വിഗ്രഹങ്ങൾ കാണാം. അതുപോലെ തന്നെ ജൈനന്റെ പ്രതിഷ്ഠകളും അദ്ദേഹത്തിന്റെ വിഗ്രഹങ്ങളും ഒക്കെ കാണാം. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇവയ്ക്ക് ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് നിലനിൽക്കാൻ കഴിയുമായിരുന്നു. കാരണം എല്ലാത്തിന്റെയും കോർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഏറെക്കുറെയൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പൊ ഇത് ഒരു വ്യാജ പ്രചാരണം മാത്രമാണ്. ശരിക്കും ഈ ബുദ്ധമതവും ജൈനമതവും ഒക്കെ ഇന്ത്യയിൽ വീക്കായി പോകുന്നതിന്റെ ഒരു കാരണം, പ്രത്യേകിച്ച് ബുദ്ധമതം വീക്കായി പോയതിന്റെ കാരണം ഈ തുർക്കിയുടെ ഭാഗത്തു നിന്നും സെൻട്രൽ ഏഷ്യയിൽ നിന്നുമൊക്കെ ഇന്ത്യയിലേക്ക് ഉണ്ടായ അധിനിവേശങ്ങളായിരുന്നു. സോഫ്റ്റ് ടാർഗറ്റ് ആയിരുന്നു ബുദ്ധന്മാര്. അതുകൊണ്ടാണ് അഫ്ഗാനിൽ അവരില്ലാതായത്, ബ്രൂണയിൽ ഇല്ലാതായത്, ഇന്തോനേഷ്യയിൽ ഇല്ലാതായത്, മലേഷ്യ, സിംഗപ്പൂർ, ഇവിടെയൊക്കെ അവരില്ലാതായത്. അവര് സോഫ്റ്റ് ടാർഗറ്റ് ആയതുകൊണ്ടാണ്. എളുപ്പമായിരുന്നു. ഈ സന്യാസിമാരല്ലേ കൂടുതലും സന്യാസ ജീവിതം നയിച്ചവരായിരുന്നു. അപ്പോൾ ചെറുത്തുനിൽപ്പ് വളരെ കുറവായിരുന്നു, ആയുധങ്ങൾ കയ്യിൽ വളരെ കുറവായിരുന്നു. അപ്പോൾ അവരെ ആക്രമിക്കാനും കീഴ്പ്പെടുത്താനും എളുപ്പമായിരുന്നത് കൊണ്ട് അവരായിരുന്നു ആദ്യ ടാർഗറ്റുകൾ. അതുകൊണ്ടാണ് ഈ ബുദ്ധമതം ഇന്ത്യയിൽ തീരെ ഇല്ലാതായത്. എന്ന് വെച്ചാൽ പൂർണ്ണമായും ഇല്ലാതായെന്നല്ല, വളരെയധികം കുറഞ്ഞു പോയത് അതുകൊണ്ടാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ടിബറ്റിൽ ബുദ്ധമതം സർവൈവ് ചെയ്തതെന്ന് ചോദിച്ചാൽ അവിടുത്തെ ഒരു പ്രത്യേകമായിട്ടുള്ള ഭൂപ്രകൃതി കൊണ്ടാണ്. ടിബറ്റിലേക്ക് സൈനിക നീക്കം വളരെ പ്രയാസമായിരുന്നു, പ്രത്യേകിച്ച് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ നിന്ന്. ദുർഘടമായ പാതകൾ, പർവ്വതങ്ങൾ, മലകൾ, തണുപ്പ്, ഇതെല്ലാം അതിജീവിച്ചു പോയി യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഈ ബുദ്ധ വിഹാരങ്ങളും ബുദ്ധിസ്റ്റ് വിശ്വാസികളും ഒക്കെ ധാരാളമായിട്ട് അവിടെ എക്സിസ്റ്റ് ചെയ്തു. ശ്രീലങ്കയും അതുപോലെ തന്നെ ഇന്ത്യയിലെ സൗത്ത് പാർട്സും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരികളുടെ മികവ് കൊണ്ട് സർവൈവ് ചെയ്ത പ്രദേശങ്ങളാണ്. ശ്രീലങ്കയിൽ ഇപ്പോഴും ബുദ്ധിസം ഉണ്ട്. എന്നാൽ നമ്മുടെ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കേരളത്തിലുമൊക്കെ ബുദ്ധിസവും ഉണ്ടായിരുന്നു. ഡോമിനേറ്റ് ചെയ്തു നിന്നിരുന്നത് ഈ ഹൈന്ദവ വിശ്വാസങ്ങളൊക്കെ ആയിരുന്നു. അത് ചോളന്മാരുടെയും പാണ്ഡ്യന്മാരുടെയും ഒക്കെ കാലഘട്ടത്തിലെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. സോ ഇതാണ് ഇതിനകത്തുള്ള ഒരു യാഥാർത്ഥ്യം. പക്ഷെ ഇതെല്ലാം മറച്ചു വെച്ചിട്ട് ബുദ്ധമതം തകർത്തത് ഹൈന്ദവ മതമാണെന്നുള്ള ഒരു വ്യാജ പ്രചാരണം, അതായത് 4000-4500 വർഷം മുമ്പേ ഇതുണ്ട് എന്നതിന് എവിഡൻസ് ഉണ്ട്. ഹൈന്ദവ വിശ്വാസങ്ങളും വേദങ്ങളും ഒക്കെ, വേദമാണല്ലോ അതിന്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഏതാണ്ട് 2500 വർഷം മുമ്പാണ് ബുദ്ധിസം ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ ബുദ്ധിസം പ്രചരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹൈന്ദവരായിരുന്ന ആളുകൾ ബുദ്ധിസം സ്വീകരിച്ചപ്പോഴാണ് ബുദ്ധിസം പ്രചരിച്ചത്. അതുപോലെ തന്നെ അവർക്ക് തിരിച്ചും പോകാം. അപ്പോൾ അതാണ് ഇന്ത്യയിൽ സംഭവിച്ചത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.